ബോബിക്ക് കോടതി എന്താണെന്ന് ഇതോടെ മനസ്സിലാക്കാണ്. ഇപ്പോൾ ശ്യാംകുമാർ കൂടി ചെയ്യുന്നു. ശ്യാമ, ഈ കോടതി ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയ ആൾ ഇറങ്ങുന്ന രീതിയിലാണ്. അതിനർത്ഥം അത്രത്തോളം ആരാധകർ ഈ കേസിൽ വലിയ കാര്യമായിട്ടുണ്ട്. ആരാധക ശല്യം ഈ ബോബി ചെമ്മണ്ണൂരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും. കാരണം ഇന്ന് ബോബി നിയമത്തിന് മുന്നിൽ ബേബി ആയെങ്കിലും ഇന്നലെ അതല്ലായിരുന്നു സ്ഥിതി. ഇന്നലെ വൈകുന്നേരം ജാമ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ മുതൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകർ എന്ന് അവകാശപ്പെട്ട അയാളുടെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ അതിനു മുന്നിൽ ആ ജയിലിന് മുന്നിൽ തടിച്ചുകൂടുകയും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഒരു സമയത്ത് അവർ കോടതി ആരാണ് എന്നുവരെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി. കൂടുതലും സ്ത്രീകളെ കൊണ്ടുവന്ന് വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാക്കാനായിരുന്നു അവരുടെ ശ്രമം നടന്നത്. പക്ഷേ ഒരുപക്ഷെ ഇന്നലെ അത് പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ സ്ഥിതി മാറി. രാവിലെ തന്നെ പോലീസ് കൃത്യമായ നിലപാടെടുത്തു. അനാവശ്യമായി അവിടെ വരുന്ന ആളുകളെ നിർത്തില്ല, അവരെ അങ്ങോട്ട് കടത്തിവിടില്ല എന്നുള്ളത്. അത് കൃത്യമായിട്ടും ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയുള്ള ആളുകളെയും അറിയിച്ചു. അപ്പോഴാണ് ഇന്നലെ അവിടെ ഏറ്റവും കൂടുതൽ സീനുണ്ടാക്കിയ പുരുഷ അസോസിയേഷൻ, അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത്, അതിൻ്റെ അഖില ലോക പ്രസിഡന്റ് എന്ന് അവകാശപ്പെട്ട ഒരാൾ ഉൾപ്പെടെ വന്നുകൊണ്ടാണ് അവിടെ ഇന്ന് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. നേരത്തെ കോടതിയുടെ നിരീക്ഷണം വന്ന പോലെ തന്നെ ഒളിമ്പിക്സിലൊക്കെ സ്വർണം കിട്ടി വരുന്ന കായിക താരങ്ങളെ എയർപോർട്ടിലും മറ്റും സ്വീകരിക്കുന്ന പോലെയാണ് ഒരു സ്ത്രീയുടെ പരാതിയിൽ ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞ ഒരാളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടി എത്തിയത്. ഏതായാലും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലും കോടതിയുടെ ശ്രദ്ധയിലും എത്തിയെന്നുള്ളത് തിരിച്ചടിയായത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമാണ്. അതുകൊണ്ടാണ് കോടതിയുടെയും നിയമത്തിൻ്റെയും ശക്തി എന്താ എന്നുള്ളത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷവും ബോബി ചെമ്മണ്ണൂർ അറിയേണ്ടി വന്നതും വലിയ മാപ്പപേക്ഷ കോടതിക്ക് മുന്നിൽ നൽകേണ്ടി വന്നതും. കോടതി ആ മാപ്പപേക്ഷ സ്വീകരിച്ച് എല്ലാം അവസാനിപ്പിച്ചത് ബോബി ചെമ്മണ്ണൂരിന് വലിയ അനുഗ്രഹമാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ കോടതി അടുത്ത നടപടികളിലേക്ക് പോയിരുന്നുവെങ്കിൽ മറ്റൊരു കേസ് കൂടി വരാമായിരുന്നു. ഏതായാലും ഇന്ന് അവിടെ വന്ന ആരാധകർക്ക് അത്രയ്ക്ക് സമാധാനമായി പോകാനുള്ള സാഹചര്യമില്ല, മറിച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള സാഹചര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അഹങ്കരിക്കുന്ന ആരാധകർ എത്രത്തോളം പൊല്ലാപ്പാകും എന്നുകൂടി കാണിച്ചു കൊടുത്തൊരു കേസായി മാറുകയാണ്. പടക്കം പൊട്ടിക്കാൻ ശ്രമം, വലിയ മഹത്വവൽക്കരിക്കാൻ ശ്രമം, ഇതെല്ലാം കോടതിയിൽ തിരിച്ചടി എന്ന കാര്യത്തിൽ സംശയം. ഇപ്പോൾ സൂരജ് സജികോടി വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സൂരജ്, ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ പ്രതികരണം നമ്മൾ കേട്ടു. ഈ പ്രതികരണത്തിലേക്ക് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ജാഗ്രത, സംയമനം, അങ്ങനെ പതിവ് ശീലങ്ങളില്ലാത്ത വാക്കുകളൊക്കെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. സൂരജ്, തീർച്ചയായും സുഹൈൽ, ഈ കോടതി ഈ കേസ് തീർപ്പാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച അദ്ദേഹം പരസ്യമായി തന്നെ കോടതിയോട് മാപ്പ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് കോടതിക്കുണ്ടായ വിഷമത്തിൽ താൻ മാപ്പ് പറയുന്നു, വാക്കുകൊണ്ട് വേദനിപ്പിച്ചെങ്കിൽ അതിൽ എല്ലാ തരത്തിലും ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബോധപൂർവം കോടതിയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ കോടതിയെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായതിൽ, അത് കോടതിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായെങ്കിൽ അത് താൻ ബോധപൂർവം ചെയ്തതല്ല, ക്ഷമ ചോദിക്കുന്നുവെന്നും ക്ഷമിക്കണമെന്നും അഭ്യർത്ഥനയാണ് ഇതിനുശേഷം കോടതി കേസ് തീർപ്പാക്കിയതിനു ശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ആരാധകർ അവിടെ എത്തി പടക്കം പൊട്ടിച്ചതും ഇന്നലെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ ആഘോഷങ്ങളും എല്ലാം തന്നെ കോടതിയെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അതിലും അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് താൻ ആരോടും ഇത്തരത്തിൽ ഒരു ഈ പ്രകടനം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടി ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്നതിന് ഒന്നും തന്നെ നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു അപക്വമായ പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഇവർക്ക് നിർദ്ദേശം നൽകിയതാണ്. ഇത്തരത്തിൽ ഒന്നും ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോടതി നിരുപാധിക മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചെത്തിയതാണ്. ഇനി അത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ ബോബി ചെമ്മണ്ണൂർ? മാറ്റമുണ്ടോ അതിൽ? നിലവിൽ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നത്. പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. കാര്യം തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലായിരുന്നു 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം. അതിനുശേഷം അദ്ദേഹം ഈ ഭാര്യയെ കാണുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ നമ്മളോട് നേരിട്ട് വ്യക്തമാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്ര കോഴിക്കോട്ടേക്കാണോ എന്നത് സംബന്ധിച്ചും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ വാഹനം, അതായത് അദ്ദേഹം ഇവിടെ എത്തിയ വാഹനം ഇപ്പോൾ മാറ്റി മറ്റൊരു കാറിലാണ് അദ്ദേഹത്തിന്റെ യാത്ര തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. മണ്ണൂത്തി ഭാഗത്തേക്കാണ്, അതായത് തൃശ്ശൂർ എറണാകുളം ഹൈവേയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നൊന്നെങ്കിൽ പാലക്കാട്ടേക്കോ എറണാകുളത്തേക്കോ അദ്ദേഹത്തിന് യാത്ര തുടരാൻ കഴിയും. കോഴിക്കോട്ടേക്ക് ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോടക്കം വിശദീകരിച്ചത്. പക്ഷേ കോഴിക്കോട്ടേക്കല്ല അദ്ദേഹത്തിന്റെ യാത്ര എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 4 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനം അദ്ദേഹം റദ്ദ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനമെല്ലാം തന്നെ അത് തന്റെ നിർദ്ദേശപ്രകാരമല്ല, ഇനിയും അത്തരത്തിലൊരു പ്രതികരണത്തിന് ആരും മുതിരരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി
അദ്ദേഹം ഈ കോടതി നടപടിക്ക് ശേഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോടതി നടപടികൾക്ക് ശേഷം അദ്ദേഹം ഒതുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളിൽ വലിയ രീതിയിൽ മയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഈ ബോബി ചെമ്മണ്ണൂർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ മിതത്വവും സംയമനമൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇത്രയും കാലം പറഞ്ഞത് തന്നെ മതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വാർത്താ സമ്മേളനങ്ങൾ, പത്രസമ്മേളനങ്ങൾ നടത്തി കൂടുതൽ പൊല്ലാപ്പ് പിടിക്കാൻ ബോബി ഇല്ലെന്നുകൂടി വ്യക്തമാക്കുകയാണ്.